തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന, അതായത് ഇന്ന് നമ്മളൊരു 4 സെൻറ്റിൽ ഒരു വീട് വാങ്ങണമെങ്കിൽ ഏകദേശം 80-90 ലക്ഷം രൂപയാവും. പക്ഷേ അവിടെ നിന്ന് കുറച്ചൊന്ന് മാറുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസിൽ, അതായത് 6.25 സെൻറ്റിനകത്ത് വരുന്ന സ്ഥലത്ത് 1384 സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു വീട് സ്വന്തമാക്കാൻ സാധിക്കും. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4-ൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററാണ്, ബയോ 360 സയൻസ് പാർക്കിൻ്റെ അവിടെ നിന്ന് 2.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു ബജറ്റ് റേറ്റിന് വാങ്ങാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം. ടെക്നോ പാർക്കിൻ്റെ അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ സഫ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്ററിൽ പ്രോപ്പർട്ടി എത്തിച്ചേരാം. കൊട്ടരക്കരി ജംഗ്ഷനിലെത്തും. അതായത് മുരുക്കുമ്പുഴ വഴി കൊട്ടരക്കരി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് നമ്മുടെ ശാസ്തവട്ടത്തേക്ക് പോകുന്ന റോഡ് കയറുക. ഒരു 100 മീറ്റർ വരുമ്പം വെയിലൂർ സ്കൂളിന് തൊട്ട് മുന്നേ ആയിട്ട് വലത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ 200 മീറ്ററിൽ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. ഇനി അതല്ല, ബയോ 360 സയൻസ് പാർക്കിൻ്റെ അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ NH-ൽ നിന്ന് ബയോ 360 സയൻസ് പാർക്കിന് തൊട്ട് മുന്നേ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴിയെ ആദ്യം കയറി ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് മുരുക്കുമ്പുഴ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണാം. ആ റോഡ് വരുമ്പം വെയിലൂർ സ്കൂൾ കഴിഞ്ഞ ഉടൻ ഇടത്തോട്ട് കാണുന്ന വഴി 200 മീറ്ററിൽ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. നമുക്ക് ഈ മുൻവശത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇന്റർലോക്കഡ് സ്പേസിൽ തന്നെ 4-5 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടും. അതുപോലെ നമുക്കിതാ ഈ കാണുന്നത് പോലെ ഗാർഡനിങ് വർക്കെല്ലാം ചെയ്യാനുള്ള സ്പേസ് കിട്ടും. മുൻവശത്ത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറും ഒരുക്കിയിട്ടുണ്ട്. വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. മുൻവശത്ത് ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് നിന്നാണ് ഉള്ളിലേക്ക് പോകാം. മുൻവശത്തുള്ള വാതിൽ കട്ടള എല്ലാം ചെയ്തിരിക്കുന്ന പ്ലാവിന്തടിയിലാണ്. ഉള്ളിലുള്ള വർക്കുകളെല്ലാം, ബാക്കിയുള്ള ഇന്റേണൽ ഡോസ് ആയാലും നമുക്കിതിൻ്റെ കട്ടളയുടെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്ന ആഞ്ജലിയിലാണ് കേട്ടോ. കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ഇവിടെയായിട്ട് നമുക്ക് TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യാം. നമ്മുടെ ഡൈനിങ്ങും ലിവിങ്ങും തമ്മിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ്. കിച്ചണിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് അടച്ചിട്ടെടുത്തിരിക്കുവാണ്. ഈ രീതിയിൽ നമുക്ക് ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് പോയിട്ട് മേളിൽ വീണ്ടും ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട്. അതിന് മേളിലേക്കും നമുക്ക് സ്റ്റോറേജ് ഒരുക്കാൻ സാധിക്കും. ഇവിടെ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് പ്രൊവിഷൻ. ഈ ഒരു ചുറ്റുവട്ടം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ടോട്ടലായിട്ട് 3 ബെഡ്റൂംസ് വരുന്നൊരു വീടാണ്. താഴത്തെ നിലയിൽ ഈ കാണുന്നത് പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് സ്ഥലം ഉണ്ടെന്ന് തന്നെ പറയാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യാം. ഒരു കബോർഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് ജോൺസൺ സെറോ പോലുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റെയർ വന്നിട്ട് ഫുള്ളായിട്ട് റെയിലിങ്സ് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. 2 ലാൻഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടിടത്തും ഇതുപോലുള്ള നിഷ് പ്രൊവൈഡ് ചെയ്ത് അതുവഴി പ്രകാശം ഉള്ളിലേക്ക് വരാനുള്ള പ്രൊവിഷൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയാലും ഒത്തിരിയധികം ജനലൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെട്ടം നല്ലതുപോലെ തന്നെ കയറി വരുന്നുണ്ട് കേട്ടോ. മേളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു കോമൺ സ്പേസ്, ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇന്നും ഔട്ടും പോയിന്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ആണ് നമ്മുടെ മേളത്തെ നിലയിൽ വരുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലർ ആണ്. സെറ പോലുള്ള ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ആ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലർ ആണ്. നമ്മുടെ ഒരു കോമൺ സ്പേസിൽ നിന്ന് പിൻവശത്തേക്ക് ഇതുപോലെ ടെറസിലേക്ക് കയറാനുള്ള എൻട്രി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പുതിയ വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മേജറായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്ക് ഫേസ് 4-ൽ നിന്നും അതുപോലെ തന്നെ ബയോ 360 സയൻസ് പാർക്കിൽ നിന്നുള്ള ആക്സസിബിലിറ്റിയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഭാവിയിലൊക്കെ നമുക്കിത് ഇവിടെയൊക്കെ ഈ പറഞ്ഞ വില, നമ്മളിന്ന് പറയാൻ പോകുന്ന വിലയ്ക്കൊക്കെ പ്രോപ്പർട്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയർ ആയിട്ടുള്ള കാര്യമായിട്ട് മാറും. എന്തായാലും ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ചോ. ഇതിന് ഉദ്ദേശിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. എങ്ങനെയാ വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വീടിന് ചുറ്റുവട്ടം സ്ഥലം കിട്ടുന്നുണ്ട്. ആ രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ ടെക്നോ പാർക്കിന് അടുത്തോട്ടൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങാം. അതല്ല, നിങ്ങൾ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് പോയി വരാനൊക്കെ നല്ല ഈസി ആയിട്ട് വരുന്ന, അതായത് ഈസിലി വന്നു പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് 60 ലക്ഷം രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. അതായത് നടക്കാനുള്ളൊരു വിലയാണ് കേട്ടോ. ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ സാധ്യതയുണ്ട്.